പഞ്ചായത്തിലുള്ള തളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. ഭർത്താവിന് പെട്ടെന്ന് ആക്സിഡൻ്റായി കിടപ്പിലാണ്. കാലിന് 5 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഹ്യൂമാനിറ്റി ചാരിറ്റി ആൾക്കാർ വന്ന് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു വീട് ഞങ്ങൾക്ക് അവർ പണിത് തരികയാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷത്തിലാണ്. ഇപ്പം ഞങ്ങൾ അത്രയും വിഷമിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ എവിടെ പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അവർ വന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്നു. ഇത്രയും ഉപകാരങ്ങൾ ചെയ്തിപ്പോൾ ഞാൻ സൺസൈഡ് വരെ എത്തി. അത്രയും ആയി. അപ്പോൾ അവരോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും കൂടെ ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. സന്തോഷം വിഷമമുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും സഹായം അവർക്ക് വേണം. മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചു. അതിൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലുടനീളം അപേക്ഷകൾ സ്വീകരിക്കുകയും 30ഓളം അപേക്ഷകൾ ഞങ്ങൾക്ക് കിട്ടുകയും ഈ അപേക്ഷകളെല്ലാം ഞങ്ങൾ പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് ഈ തളിയിൽ താമസിക്കുന്ന സിദ്ദിഖ് റംല ദമ്പതികൾക്കാണ് ഏറ്റവും അർഹത ഞങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. അതിന് പ്രകാരം ഞങ്ങൾ ഒരു വീടിൻ്റെ പണി തുടങ്ങി. ഇപ്പം ലിൻഡിൽ വാർക്ക് വരെ എത്തി. ലിൻഡിൽ വാർക്ക് കഴിഞ്ഞു. ബാക്കി പണി പൂർത്തിയാകുവാൻ വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും പണി ആരംഭിച്ചിരിക്കുകയാണ്. അവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. വരുമാനം പള്ളിയിൽ ഒരു നേരിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 5000 രൂപ വാടക കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാടക കൊടുക്കാൻ പോലും ഇപ്പോൾ അവർക്ക് യാതൊരു മാർഗവുമില്ലാതെ അവരാകപ്പാടെ വട്ടം തിരികെയാണ്. സിദ്ദിഖ് എന്ന് പറയുന്ന ഈ റംലയുടെ ഭർത്താവ്, അദ്ദേഹം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചപ്പോൾ ഒരു മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയും ആ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അർഹതപ്പെട്ട മറ്റൊരു വീടിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ് IJ തോമസ്. ഇദ്ദേഹം ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ഹക്കീം KK. തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഭവനമൊരുക്കാൻ, ഭവനമില്ലാത്തവർക്ക് വീട് പണിയാൻ ഭൂമിയുമായി, വിശക്കുന്നവർക്ക് ഭക്ഷണവുമായി, പാവപ്പെട്ട മികച്ച വിദ്യാർത്ഥികൾക്ക് പഠന സഹായവുമായി, അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് മരുന്നുമായി, ആശ്രയമില്ലാത്ത വൃദ്ധജനങ്ങൾക്ക് സാന്ത്വനവുമായി ഞങ്ങളുണ്ട്. നിങ്ങളുണ്ടാവില്ലേ?